ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു അവധി ദിവസത്തെ വീട്ടിലെ വിശേഷങ്ങളും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം അവധി ദിവസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആദ്യത്തെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇന്ന് കുറേ നേരം കിടന്നുറങ്ങണം, മെല്ലെ എഴുന്നേക്കുള്ളൂ എന്നാണ്. അതുപോലെ തന്നെ മെല്ലെയാണ് എഴുന്നേൽക്കുന്നതും. എഴുന്നേറ്റ് നല്ല ലേറ്റായി. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊക്കെ കഥാകുതാന്നാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇതേ മോൾ എഴുന്നേറ്റ് വന്നു. പിന്നെ അവൾ പല്ല് തേപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പം ഈ അവധി ദിവസം എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ടുണ്ടാവില്ല. ഓൾറെഡി ഞങ്ങൾ ലേറ്റായിട്ട് എഴുന്നേക്കുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, ലഞ്ച് ഉണ്ടാക്കി, ഫുൾ ടൈം അടുക്കള തന്നെയായിരിക്കും. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വളരെ മിനിമലായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ചോറ് വെക്കണം. ഇന്ന് എനിക്ക് കുക്കിംഗ് ടൈം കൂടിയാണ്, അപ്പോൾ ചോറും കൂടെ വെക്കണം. അപ്പോൾ ഈ ചോറ് അരി കിടക്കുന്നത് ഇങ്ങനെയാണ്. ഇത് വെച്ചിങ്ങനെ സ്പിൻ ചെയ്യുമ്പം പെട്ടെന്ന് ക്ലീൻ ആവുകയും ചെയ്യും. 2 പ്രാവശ്യം വാഷ് ചെയ്തെടുത്താൽ മതി. അപ്പം അരി തന്നെ വേഗം തന്നെ അടുപ്പത്തേക്ക് ചോറിട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ചോറൊക്കെ ആകുമ്പോഴേക്കും നല്ലോണം ലേറ്റ് ആകും. ഇനി ബ്രേക്ക്ഫാസ്റ്റായിട്ട് അധികവും എഗ്ഗാണ് ഇവിടെ. മോൾക്കും ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പിന്നെ പ്രോട്ടീൻ റിച്ചാണ്, കുട്ടിക്കുള്ള എഗ്സ് ഇഷ്ടമാണല്ലോ. പിന്നെ പെട്ടെന്ന് പണിയും തീരും. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള നമ്മുടെ വീക്കെൻഡിലേക്ക് വെച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ. നമ്മുടെ തുണി അലക്ക്, തുണി മടക്കൽ, പിന്നെ ക്ലീനിങ് എന്ന് പറഞ്ഞ പരിപാടി. കുട്ടികളുടെ വീടാണെങ്കിൽ പിന്നെ എത്ര എത്തായാലും ക്ലീൻ ചെയ്താലും മതിയാവില്ല. അപ്പോൾ നമുക്ക് ഒരാഴ്ച നമ്മളൊക്കെ ഡ്യൂട്ടിക്ക് പോയി വരുമ്പോഴേക്കും ഒരാഴ്ച കൊണ്ട് വീട് ഫുള്ള് മെസ്സപ്പ് ആവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി സെറ്റിൽ ചെയ്ത് വരുന്നത് വീക്കെൻഡ് ആയിരിക്കും. എന്നാലേ അടുത്ത ആഴ്ച വീണ്ടും ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പം അതുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് നേരം കുക്കിങ്ങിലൊന്നും സമയം കളയാൻ പറ്റില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒരു കാപ്പിയും അതിൻ്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ കഴിക്കുന്നത്. അപ്പോൾ കാപ്പി ഞാനിപ്പോൾ ഈ അടുത്തായിട്ട് നല്ല ബുള്ളറ്റ് പ്രൂഫ് കോഫി ഇല്ലേ, ബട്ടർ കോഫി, അതുപോലെ അതാണ് അധികം കഴിക്കാറ്. അപ്പം പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ, അല്ലാതെ നമുക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒന്നും അങ്ങനെ നടക്കാറുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ കുറച്ചൊരു നെയ്യ് എടുത്തിട്ട്, അത് 1 ടീസ്പൂൺ നെയ്യ് കഷ്ടി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് ഈ ഒരു സ്പിന്നറും കൊണ്ട് നന്നായിട്ട് സ്പിൻ ചെയ്ത്, കുറച്ച് നന്നായിട്ട് സ്പിൻ ചെയ്യുമ്പോൾ നന്നായിട്ടൊരു ഫ്രോത്തി ആയിട്ട് വരും. പക്ഷേ അത്രയും ചെയ്തില്ല. അപ്പോൾ അതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത്. പിന്നെ നമുക്ക് വീട്ടിലേക്കുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനിപ്പോൾ നമുക്ക് മീൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ നല്ല അയലയും മത്തിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയാണ് ഇവിടെ മീൻ നന്നാക്കി തരുന്നത്. വളരെ ഉപകാരമാണ്. അതുകൊണ്ട് മത്തിയൊക്കെ നന്നാക്കാൻ നിന്നാൽ ഭയങ്കര സ്മെല്ലായിരിക്കും, ഒരുപാട് നേരം എടുക്കും. അപ്പോൾ ഇതുപോലെ അവരിങ്ങനെ ക്ലീൻ ചെയ്ത് തരുമ്പോൾ നമുക്ക് ഈസിയാണ്. ജസ്റ്റ് പിന്നെ ഒന്ന് വാഷ് ചെയ്തെടുത്ത് ഉള്ളെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ബാക്കി ലഞ്ചിൻ്റെ പരിപാടി നോക്കുകയാണ്. അപ്പോൾ കുറച്ച് പയറുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചത് പിന്നെ പയറങ്ങ് ഉപ്പേരിയും വെച്ചത്, പിന്നെ തോരൻ അതും കൂടെ വയ്ക്കാം. പിന്നെ ഒരു സാമ്പാറിന് കഷ്ണങ്ങളൊന്നുമില്ല. ആകെയുള്ളത് 2 വഴുതനങ്ങയും ക്യാരറ്റ് കുഞ്ഞ് ക്യാരറ്റും പിന്നെ ഉരുളക്കിഴങ്ങും മാത്രമേ ഉണ്ട്. അതിപ്പോൾ അത് വെച്ചൊരു സാമ്പാറും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അധിക സമയം കുക്ക് ചെയ്യുമ്പോഴാണ് എനിക്കിഷ്ടപ്പെട്ട വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ ഞാനിവിടെ മോൾ ഭാഗത്ത് ഫോൺ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണില്ല. കാരണം TV ഓൺ ചെയ്യാൻ മോൾ കാർട്ടൂൺ കാണണം. അപ്പോൾ അതിനിടയ്ക്ക് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പണി ലാഗാവും. അപ്പോൾ ഞാൻ അവിടെ ഇതിൻ്റെ മുകളിൽ വീഡിയോസ് കാണും. അധികം കാണുന്നത് നമ്മുടെ ബൈജു നായർ ചേട്ടൻ്റെ, പുള്ളിയുടെ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ട്രാവൽ വ്ളോഗ്സ് ഇഷ്ടമാണ്. സഞ്ചാര ചാനലിൽ വ്ളോഗ്സൊക്കെ കാണാറുണ്ട്. പിന്നെ ഏഷ്യാനെറ്റിലെ വല്ലാത്തൊരു കഥ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വരുന്നതൊക്കെ അപ്പം ഇരുന്ന് കാണാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സാമ്പാർ വയ്ക്കാം. സാമ്പാറിൽ തന്നെ ഈ ഒരു പരിപ്പാട്ടോ യൂസ് ചെയ്യാറ്. മസൂർ ദാൽ, ഓറഞ്ച് നിറത്തിലുള്ള പരിപ്പ്, പെട്ടെന്ന് വേവുകയും ചെയ്യും. അത് നേരം കുതിർത്തൊന്നും വയ്ക്കേണ്ട. പിന്നെ അങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പരിപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഇനി കുറച്ചും കൂടെ കുതിരട്ടെന്ന് വെച്ചിട്ട് ആക്കിയിട്ടുണ്ട്. നമുക്കൊരു ഉപ്പേരിയും കൂടെ ഉണ്ടാക്കാം. ഇന്ന് ഉച്ചയായിട്ട് ഞാൻ ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഡാൻസ് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട്. ഇത്രയും നാൾ രാവിലെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ആഴ്ച മുതൽ ഉച്ചയ്ക്കാണ്. ഇത് രാവിലെ അങ്ങ് പോവുകയാണെങ്കിൽ എഴുന്നേറ്റ ഉടനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഓടിപ്പോയി ഡാൻസ് ക്ലാസ് കഴിഞ്ഞാൽ അതങ്ങ് തീർന്നു. ഇനി ഉച്ചയാകുമ്പോഴേക്ക് ശരിക്കും മടിയാവും. നമുക്ക് അവധി ദിവസം കൂടി ആകുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി, അല്ലെങ്കിൽ ഇരുന്ന് TV കാണാം, സിനിമ കാണാം എന്നൊക്കെ ഒരു തോന്നലാണ്. പക്ഷേ പോകാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പോകുന്നു. പക്ഷെ എന്നെക്കാളും കഷ്ടം എനിക്ക് മോളെയും കൊണ്ട് പോകുന്ന. അവൾക്കാണെങ്കിൽ ഒന്നാമത് ഡാൻസ് ക്ലാസ് പോയാൽ താല്പര്യമില്ല. പക്ഷെ എൻ്റെ കൂടെ വരാൻ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ നിങ്ങൾ ഉപ്പേരിക്കൊക്കെ തോരനൊക്കെ ഇവിടെ എല്ലാവരും തേങ്ങ വാങ്ങുന്നത് ലുലുന്നൊക്കെ നമുക്ക് ഗ്രേറ്റ് ഒക്കെ ആയിട്ട് കിട്ടും. ഞാൻ ചെയ്യുന്നത് തേങ്ങ മുഴുവനായിട്ട് വാങ്ങിയിട്ട് പൊട്ടിച്ചിട്ട് ഇതുപോലെ പൂളിയെടുക്കും. തേങ്ങാപ്പൂളി എടുത്തിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. നമ്മളെ വിപ്പിങ്ങിൻ്റെ സ്വിച്ചില്ലേ, അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും. അപ്പോൾ അതാണ് ഞാൻ
ഉപ്പേരിയിലേക്കും നമുക്ക് അപ്പം ഉണ്ടാക്കാനും പിന്നെ കറികളിലേക്കൊക്കെ എടുക്കുന്നത്. എനിക്ക് വാങ്ങിച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് കുറേ ദിവസം ഇരുന്ന് കഴിയുമ്പോൾ എനിക്ക് എന്തോ ഒരു അതിൻ്റെ ഫ്രഷ്നെസ് പോയ പോലെ തോന്നും. ഇതും ഫ്രഷ്നെസ് പോയിട്ട് ഇതും ഫ്രീസറിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ എന്നാലും കുറച്ചും അതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബെറ്റർ ആട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ ടിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഞാനിപ്പോൾ സാമ്പാറുള്ള കഷ്ണമൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത മീനിൻ്റെ പരിപാടിയാണ്. അപ്പോൾ മീൻ ഓൾറെഡി നന്നായി വൃത്തിയാക്കിയിട്ട് അവർ തരുന്നത്. ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അഴുക്കൊക്കെ കളഞ്ഞിട്ടാണ് തരുന്നത്. ചെകിളിയൊക്കെ എന്താ പറയുക ചെതുമ്പിലൊക്കെ കളഞ്ഞിട്ടുണ്ടാവും. എന്നാലും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ്. 2 പ്രാവശ്യം ക്ലീൻ ചെയ്ത് എന്താ പറയുക മത്തി ആയതുകൊണ്ട് ഭയങ്കര സ്മെല്ലും കൂടെ ആയിരിക്കില്ലേ. അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്ത് അവിടെയൊക്കെ കഴുകി എടുത്തിട്ട് ഉപ്പും മുളകും പുരട്ടി വെച്ചു. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സാമ്പാർ ഇപ്പോൾ റെഡിയായി കേട്ടോ. ഇടയ്ക്കൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അത് നമ്മൾ സാമ്പാറായി, നമ്മുടെ തോരനായി. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത്. മീൻ വറുത്തതും സാമ്പാറും പയറുപ്പേരിയും കുറച്ച് ചോറും കൂടെ. ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഇരുന്നപ്പോഴേക്കും പോകാനുള്ള സമയമായി. പിന്നെ ഞാൻ ഓടി പോയിട്ട് മേലെ കഴുകിയിട്ട് വന്ന് റെഡി ആവുകയാണ് ചെയ്യുന്നത്. അപ്പം തലമുടി ഞാൻ തലേ ദിവസമാണെങ്കിൽ ഒരു ഹെയർ സ്റ്റൈൽ പരീക്ഷിച്ചിരുന്നു. നമ്മുടെ ലെഗിങ്സ് വെച്ചിട്ടുള്ള ഹീറ്റ്ലെസ് കേൾസ് പരീക്ഷിച്ച് നോക്കിയിട്ട് അതിങ്ങനെ വിടർന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒതുക്കി വെച്ചു. പിന്നെ മേക്കപ്പായിട്ട് വേറെ ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിളിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ വാച്ചും മാലയും കമ്മലൊക്കെ എടുത്തിട്ടു. പിന്നെ ഒരു പൊട്ടും കൂടെ വെച്ച് പിന്നെ നമ്മുടെ ഡാൻസ് ക്ലാസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഷോള്, നമ്മുടെ പ്ലേറ്റ് പിന്നെ വെള്ളം, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ അതൊക്കെ എടുത്തു പോകാൻ റെഡിയായി. ഓൾറെഡി 2:19 ഞാൻ നടന്നെത്തുമ്പോഴേക്കും 2:30 കഴിയും. 2:30ക്കാണ് ക്ലാസ്. അപ്പോൾ മോളെയും കൂടെ എത്തുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. അവളൊക്കെ പെട്ടെന്ന് നടക്കുകയൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ നോക്കി കാഴ്ചയെ കണ്ടേ മെല്ലെ പോവുള്ളൂ. ഡാൻസ് ക്ലാസ് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇടയ്ക്ക് ആദ്യം കാണിച്ച ഷോട്ട് മോളെടുത്തതാണ്, അത്ര ക്ലാരിറ്റി ഒന്നും വരാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് പച്ചക്കറിയൊക്കെ മേടിച്ച് പിന്നെ കുറച്ച് സ്നാക്സും വാങ്ങി വന്നു. വീട്ടിൽ നിന്ന് ചായ കുടിച്ചു, കുളിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ കുറേ ലീവ്സൊക്കെ ആണെങ്കിൽ താഴെ വീണു. പിന്നെ കുറച്ച് പൊടിയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചൊരു ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ലൈറ്റ്സ് വെച്ചിട്ട് ഇതുപോലെ മാസ്കിൻ ടേപ്പ് വെച്ചിട്ടാണ് ട്രീ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വാൾ ട്രീ ക്രിയേറ്റ് ചെയ്യണമെന്നെങ്കിൽ നിങ്ങൾക്ക് ആണി അടിക്കേണ്ട ആവശ്യമില്ല. മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഭംഗി തന്നെ ലൈറ്റും ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ അതിൽ തൂക്കിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യുകയാണ്. ഇതൊരു പാർട്ടി ലുക്ക്, ജസ്റ്റ് ഒരു ഈവനിങ് പാർട്ടി ലുക്ക് വിത്ത് നല്ല റെഡ് ലിപ്സുള്ള, ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ പാർട്ടിയൊക്കെ വരുന്നില്ല. അപ്പം ആ ടൈമിന് പറ്റിയിട്ടുള്ള ഒരു വെസ്റ്റേൺ സ്റ്റൈൽ മേക്കപ്പാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് ഉടനെ തന്നെ വരുന്നത്. ഇതാണ് നമ്മുടെ ആ പാർട്ടി മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.